അതുകൊണ്ട് വിളിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഈ സമയത്ത് പറഞ്ഞ് നമ്മളൊക്കെ വന്നിട്ടുള്ളത് കുട്ടികളുടെ മത്സര പരിപാടി കാണാനും വീക്ഷിക്കാനുമാണ്. അൽഹംദുലില്ലാഹ് ജാൽസൂരിലേക്ക് 4-3 പ്രാവശ്യം ഞാൻ ഈ ആഴ്ചൻ്റെ ഉള്ളിൽ വരുമ്പോൾ എല്ലാ സമയത്തും നല്ലോണം അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വരുമ്പോഴും ഇവിടെ ആളുകൾ കാണുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോ ചെറുപ്പക്കാരൊക്കെയും സജീവമായി അവർ നമ്മളോട് പറഞ്ഞത് ഇന്ന് ജോലിക്ക് പോയിട്ടില്ല, വീട്ടിലേക്ക് ഉച്ചക്ക് ഭക്ഷണത്തിനു പോലും പോയിട്ടില്ല, ഭക്ഷണമൊക്കെയും ഇവിടെ തന്നെ ഒരുക്കിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയും നമ്മുടെ റേഞ്ചിനോടും നമ്മുടെ വിദ്യാർത്ഥികളോടുമുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. ഒരിക്കലും അല്ലാഹു അവരെ കൈവിടുകയില്ല. അവരുടെ ജോലികൾ മാറ്റിവെച്ചുകൊണ്ട്, അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടി അത് വിജയിക്കണം, അതിനെന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ചെറുപ്പക്കാരും സ്വാഗത സമിതിയും കമ്മിറ്റിക്കാരും കൂടെ നല്ലോണം ഉസ്താദന്മാരും നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ കാരണമായി ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് ഒരൊറ്റ മാരകമായ രോഗവും ഈ മഹല്ലിൽപ്പെട്ട ഒരാൾക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാൾക്കും അല്ലാഹു നൽകാതിരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹ് ഇതൊക്കെയും വലിയ ചെലവുള്ളതാണ്. ചെലവിനേക്കാളും കൂടുതൽ ഇതിന്റെ ഒരു അധ്വാനമാണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് അധ്വാനിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഈ പരിപാടി. നല്ലോണം അധ്വാനിച്ചുകൊണ്ട് കുട്ടികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന വലിയ വലിയ പ്രഭാഷകന്മാർ, വലിയ വലിയ പാട്ടുകാർ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ അവരുടെ മത്സരങ്ങൾ മത്സരിച്ചുകൊണ്ട് വേദി അവർ ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ പ്രഭാഷകന്മാരെ കാണാൻ പറ്റുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നൗഫൽ സഖാഫി കളസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോകത്തിൽ, കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിലടക്കം എല്ലാ ഭാഗത്തിലും സജീവമായി പ്രസംഗിക്കുമ്പോ അവരോട് ചോദിച്ചാൽ അറിയാം, ഇങ്ങനെയുള്ള വേദികൾ മദ്രസയിലും ദർസിലും ഇതുപോലെയുള്ള വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ വിജയിച്ചതിന്റെ കാരണം കൊണ്ട് എത്ര ആളുകൾ ഉണ്ടെങ്കിലും വലിയ സന്തോഷമാകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെ എവിടെയൊക്കെയുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, സ്വാഗത കമ്മിറ്റി